ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കറ്റാർവായിൽ നിന്നും എങ്ങനെ വൈദ്യുതി ഉണ്ടാക്കാമെന്നുള്ള ഒരു എക്സ്പെരിമെൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ചെയ്യുന്ന ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടുകൂടി വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടുകൂടി തന്നെ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എന്ന് ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ കറ്റാർവായിൽ നിന്ന് നമുക്ക് വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കറ്റാർവാഴയുടെ ഈ ജെല്ലി നമുക്ക് ആവശ്യമാണ്. ഇതിൽ നിന്നാണ് കറണ്ട് നമുക്ക് പുറത്തേക്ക് എടുക്കുന്നത്. ഇത് നമ്മൾ ഈ ജെല്ലെല്ലാം നല്ലോണം ഒന്ന് ഫുള്ള് ഒരു ഗ്ലാസ്സിലേക്ക് എടുക്കുകയാണ്. പിന്നെ നമുക്ക് ഒരു റീചാർജബിൾ ബാറ്ററി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്തത് ഇതിനൊരു പോസിറ്റീവ് ടെർമിനലും ഒരു നെഗറ്റീവ് ടെർമിനലും ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പീടികയിൽ നിന്നൊക്കെ വാങ്ങുന്ന 10 രൂപയുടെ ഒരു ബാറ്ററിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ സിങ്ക് പ്ലേറ്റ്, അതായത് ഈ പുറമേയുള്ള ഈ സ്റ്റീലിന് കോട്ടിങ് കൊടുക്കുന്ന ആവരണം നമ്മൾ നെഗറ്റീവ് ടെർമിനലായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കാർബൺ, നമ്മൾ കരി കൊടുക്കുന്ന ഒരു ഭാഗം പോസിറ്റീവ് ടെർമിനലായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ സിങ്ക് പ്ലേറ്റും അതുപോലെ തന്നെ ഈ കാർബണിൻ്റെ ദണ്ടും നമ്മൾ കൂടുതൽ എണ്ണം എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കറണ്ട് നമുക്ക് ആംബിയർ കൂടുതൽ കിട്ടും. അതായത് ഈ സിങ്ക് പ്ലേറ്റ് പിന്നെ 3 ബാറ്ററിയുടെ സിങ്ക് പ്ലേറ്റ് ഒക്കെ വെക്കുന്നതനുസരിച്ച് നമുക്ക് ഒരു പ്ലേറ്റിൽ നിന്ന് 0.1 ആംബിയർ ആണെങ്കിൽ അത് അടുത്തത് 3 നമുക്ക് 0.3 ആംബിയർ വരെ കിട്ടും. അതുപോലെ തന്നെ കാർബണിൻ്റെ ദണ്ടും. നമ്മുടെ ഈ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 വയർ ചുറ്റിയെടുത്തതാണ്. ഇത് നമ്മുടെ ഇതൊരു കേസ്, ഇതിൻ്റെ ചെറിയൊരു കേസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ കേസിൻ്റെ നീളം വീതിയും കൂടുന്നതനുസരിച്ച് നമുക്ക് വോൾട്ടേജ് കുറച്ചുകൂടി കൂടുതൽ എടുക്കാം. ഞങ്ങളുടെ എക്സ്പെരിമെൻ്റ് ചെറിയൊരു ഇത് മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് വോൾട്ടേജും കൂടുന്നതായിരിക്കും. അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ജെല്ലിൻ്റെ അളവ് കൂട്ടണതനുസരിച്ച്. അപ്പോൾ നമ്മുടെ ഈ പ്ലേറ്റിൻ്റെ, അതായത് ഈ പാത്രത്തിൻ്റെ വീതിയും നീളം ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ വോൾട്ടേജ് നമുക്ക് ഇതിൽ കിട്ടുന്നതിനെക്കാട്ടും കുറച്ചുകൂടി കൂട്ടാം. നമ്മൾ പുറത്തേക്ക് എടുത്ത് ഈ 2 വയറിൻ്റെ ഹോളൊന്ന് അടയ്ക്കാൻ വേണ്ടി എൻസീലോ ഗ്ലൂ ഗണ്ണോ വെച്ച് അടയ്ക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഗ്ലാസ്സിൽ ആക്കി വെച്ച ഈ ജെല്ല് നമ്മൾ കറ്റാർവാഴയുടെ ഈ ജെല്ല് നമ്മൾ ഈ കുപ്പിയിലേക്ക് നിറച്ചെടുക്കുകയാണ്. അത് ഫുള്ളായിട്ട് നമ്മുടെ ഈ ഒരു 2 പോസിറ്റീവും നെഗറ്റീവും ടച്ച് ആവുന്ന വിധത്തിൽ ഫുള്ളായിട്ട് നിറയ്ക്കണം. ജെല്ല് നിറച്ചതിന് ശേഷം നമ്മൾ ഈ മൂടിയിലാണ് നമ്മുടെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിട്ട് ഇത് നന്നായി അടയ്ക്കുക.
നമ്മളിത് ഈ ചാർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിവിടെ 0.96 വോൾട്ടേജാണ് കിട്ടുന്നത്. ഇത് ഒരു വോൾട്ടേജിൻ്റെ അടുത്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഇതൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. നമ്മുടെ സോളാർ പാനൽ ഉപയോഗിച്ചാണ് ചാർജ് ചെയ്യുന്നത്. നമുക്ക് ചാർജ് ചെയ്തതിന് ശേഷം ഏകദേശം 1.76 വോൾട്ടേജ് വരെ കിട്ടുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സാധാ ക്ലോക്ക് 1.5 വോൾട്ടൊക്കെ വരുന്ന ഈ ക്ലോക്ക് ബാറ്ററിയുടെ സ്ഥാനത്ത് നമ്മൾ ഇതിൻ്റെ ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗത്ത് ഈ നമ്മൾ ഉണ്ടാക്കിയ ബാറ്ററിയുടെ പോസിറ്റീവും ക്ലോക്കിൻ്റെ അതിൻ്റെ നെഗറ്റീവിൽ ഇതിൻ്റെ നെഗറ്റീവ് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ ക്ലോക്ക് വർക്കിംഗ് ആണ്. നമ്മുടെ ഈ ക്ലോക്ക് വർക്ക് ചെയ്യാൻ 1.5 വോൾട്ടാണ് ആവശ്യമായി വരുന്നത്. അതുപോലെ തന്നെ നമുക്കിനി ഒരു 12 വോൾട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ കേസിൻ്റെ എണ്ണം കൂട്ടാനും സെല്ലുകളുടെ എണ്ണം കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 12 വോൾട്ട് വരെയൊക്കെ ആക്കിയെടുക്കാം. അതുപോലെ ആംബിയർ കൂട്ടാൻ വേണ്ടി നിങ്ങളുടെ ഈ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലിൻ്റെ വീതി ഒന്ന് കൂട്ടിയാൽ മതി.